ജസ്ന ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. 50ാമത്തെ ബർത്ത്ഡേ ജസ്ന ആഘോഷിക്കുകയാണ്. ജസ്ന പറയുന്നത് 50ഒന്നും ആയില്ല, 30 അങ്ങാണ്ട് ആയതേ ഉള്ളൂ എന്നൊക്കെയാണ് ജസ്ന പറയുന്നത്. ജസ്ന കൊച്ചുകുട്ടി എന്നൊക്കെയാണ് പറയണത്. ഒട്ടും പ്രായമില്ല, ഞാൻ കുഞ്ഞാണ്, ഞാൻ കിളവിയായിട്ടില്ല, എന്തും ആവട്ടെ. അപ്പം നമുക്ക് ജസ്നയുടെ 50ാമത്തെ ബർത്ത്ഡേ ആഘോഷം എവിടെ വെച്ചാണ് നടക്കുന്നത്? ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മുടെ കണ്ണനെ സാക്ഷി നിർത്തി ഗുരുവായൂർ വെച്ചിട്ട് ജസ്നയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഗുരുവായൂർ നടയിൽ വെച്ച് കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച്, വേറെ ആർക്കുമില്ലാത്ത ഒരു ധ്യാനം ധ്യാനിച്ചു കൊണ്ട് ഊതേണു. ഊതുമ്പോഴത്തേക്ക് തീയാണ് വരുന്നത്. അതാണ് അത്രയ്ക്ക് ശക്തിയാണ്. കണ്ണനെ ആരാധിക്കുന്ന ജസ്നയ്ക്ക് അത്രയ്ക്ക് ശക്തിയാണ്. അപ്പം നമുക്ക് ആ ഒരു ഇതൊന്ന് കാണാം. ആ ശക്തി വായിൽ കൂടി തീയാണ് ഊതിവിടുന്നത്. ആരെ കൊണ്ടും പറ്റൂല ഇങ്ങനെയൊക്കെ ചെയ്യാൻ. കണ്ട നിങ്ങൾ കണ്ട തീ ഊതി വിട്ടത്? തിരി തെളിക്കണത് ആരാണ്? നമ്മളെ ഖണാരേട്ടനാണ്. ഉണ്ടോ? ആദ്യം തീ, പിന്നെ പുക. അത്ഭുതം. അത്രയ്ക്ക് സ്നേഹമാണ്. കണ്ട കണാരേട്ടൻ തടവി കൊടുക്കണ കണ്ട. സലീം കാക്കാക്ക് പോലും സ്നേഹമില്ല. ഉണ്ടായിരുന്നെങ്കിൽ സലീം കാക്ക വരൂലായിരുന്ന ജസ്നയുടെ ബർത്ത്ഡേക്ക്? സലീം കാക്ക പോലും വരുന്നില്ല. ജസ്ന എത്രയോ വർഷം കൊണ്ട് പറയുന്നു എൻ്റെ സലീമുക്കാന്ന്. കണ്ടില്ലേ കണാരേട്ടൻ തുടച്ചു കൊടുക്കണ കണ്ട. അത്രയ്ക്ക് സ്നേഹമാണ്. അയ്യോ, മുഖത്ത് മാത്രമല്ല ഇവിടെയൊക്കെ തുടച്ചു കൊടുത്ത് കണ്ട. അത്ര സ്നേഹമാണ്. കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരനാണ്. എപ്പോഴും കൂടെ ഉണ്ട്, രാത്രിയും പകലും എപ്പോഴും. രാത്രി വെളുക്കണവരെ ഉണ്ട്. ജോലിക്ക് നേരം വെളുത്ത് പോയി കഴിഞ്ഞാൽ ഓടി പാഞ്ഞു വരും ജസ്നയുടെ അടുത്ത്. അങ്ങനെയാണ്, അത്ര സ്നേഹമാണ്. സലിമാക്ക കൂട്ടിനാക്കിയിട്ട് പോയതാണ് കേട്ടോ. ഊതിയപ്പോൾ പാട്ടും കേട്ട്. സലീമാക്കാണെങ്കിൽ എവിടെ പോയി കിടക്കണു, ഗൾഫിലാണെന്ന് പറയണ്, ജയിലിലാണെന്ന് പറയണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പം 24 മണിക്കൂറും ജസ്നാരെ കൂടെ കാണുന്നത് കരണേട്ടനാണ്. അപ്പം കരണേട്ടൻ എന്തൊരു സ്നേഹമാണെന്നറിയോ? ജോലിക്ക് പോയിട്ട് വന്നാൽ പോലും കുട്ടിയെ വിളിച്ചുണർത്തും. വരുന്ന സമയത്ത് കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ കാണണം. ഒരു ഭർത്താവ് കയറി വരുമ്പോൾ, ഒരു ഭാര്യ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭർത്താവ് സ്നേഹത്തിൽ തലോടി കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്ന് കണ്ടോളണേ. അതുപോലെയാണേ. കതവ് തുറന്നു, അകത്ത് കയറുന്നു. വിയർപ്പാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വടിച്ച് എടുത്തങ്ങ് എറിഞ്ഞു കൊടുത്ത് ആ വിയർപ്പിൻ്റെ മണവും പിടിച്ചുകൊണ്ട് നീ അവിടെ കിടേ. നീ അല്ലാതെ നീ കിടക്കണ്ട. കുട്ടി അഭിനയിക്കണതാണ് കേട്ടോ. ഉറങ്ങണമെന്ന് അഭിനയിക്കണേ. കണ്ട? ഗുഡ് മോർണിംഗ് കണ്ടോ? എത്ര സ്നേഹമാണ്. സലീമാക്കാക്ക് പോലും ഇല്ലാത്ത സ്നേഹമാണ്. നമ്മളെ കണാരേട്ടനെ ആക്കിയിട്ട് പോയെങ്കിൽ എന്ത് കൂട്ടിന് ഉണ്ടോ? പൊന്നു പോലെയാണ് നോക്കണം, മുത്ത് പോലെയാണ് കേൾക്കണം. അയ്യോ, ചക്കര മുത്തിനെ പോലെയാണ് നോക്കണത്. ഉറങ്ങിയ കണ്ട? ഭർത്താക്കന്മാർക്ക് പോലും സ്നേഹം കാണൂല. അത്രയ്ക്ക് സ്നേഹമാണ്. ഉണ്ടോ? കയ്യിൽ വലിച്ചെടുത്ത് ഉറങ്ങിക്കിടക്കണ കുട്ടിയെ വിയർപ്പ് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ആക്കിയിട്ട്
എഴുതിക്കാൻ പറഞ്ഞു. ഇങ്ങനെ കൈ കൊടുക്കണം. കണ്ട കയ്യിൽ താങ്ങിയാണ് എഴുതിക്കണം. കണ്ട ആ പോരെങ്കിൽ പൊതിയും കൊടുത്ത്. അതാണ് സ്നേഹം, അതാണ് സ്നേഹം. കണ്ടോ കൂട്ടുകാരന്മാരായിരുന്ന ഇങ്ങനെ ഇരിക്കണം. കണാരേട്ടന്റെ സ്നേഹം കണ്ട കൂട്ടുകാരിയുടെ അടുത്ത്. മാങ്ങ വേറൊന്നുമില്ലേ, മാങ്ങയാണേ. മക്കളടുത്ത് പറയുന്നു ചെത്തിക്കൊടുക്കാൻ. ചെത്തിക്കൊടുക്കി പറയുന്നു ചെത്തണ്ട, കയ്യിൽ കഴുകി തന്നാ മതിയെന്നു. ആരെങ്കിലും കഴുകി കൊടുക്കണം കുട്ടിക്ക്. അങ്ങനെയൊക്കെയാണ് ഇപ്പം നോക്കിയോളണേ. കഴുകിക്കൊണ്ടാ വീഡിയോ പിടിച്ചു കഴിഞ്ഞു. വീഡിയോ പിടിച്ചവനു ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഉറക്കമായിരുന്നു. ചുമ്മാ അഭിനയിക്കണത്. ഞാനിങ്ങനെ കിടക്കും. ഞാൻ കിടക്കുമ്പോൾ കണാരേട്ടൻ വേഗമായിട്ട് വരും. വന്നിട്ട് ജിസ്മോളെ ജിസ്മോളേന്ന് ഇങ്ങനെ തട്ടുമ്പോൾ എഴീക്കും, കൈ കൊടുത്ത് എഴീക്കും. അതിന് മുമ്പ് വിയർപ്പ് ഇങ്ങനെ ആക്കും. പിന്നെ കൈ കൊടുത്ത് എഴീക്കും. ഞാനൊരു പൊതിയങ്ങ് കൊടുക്കും. നീ അങ്ങനെ അഭിനയിച്ച് കിടന്നോളണം. കണാരേട്ട എങ്ങനെയാണ് പോയത്? ജോലിക്ക് പോയിട്ട് വന്നതാണ്. എങ്ങനെയാണ് നിക്കറ് വിട്ടോട്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത കണക്കിരുന്ന് തലയറിയില്ല. ഉറക്കത്തിൽ നിന്ന് എഴിച്ചിട്ട് തലയറിയില്ല. അതേ കണക്ക് തല ചൊറിയണേ, മാന്തണ്. മുഖമൊക്കെ അങ്ങ് ഒരുമാതിരി ഇരിക്കണം, കരിവാളിച്ച്. ഫുള്ള് മേക്കപ്പാണ് കേട്ടോ. ഇപ്പം മേക്കപ്പ് ഇടാതെയാണ് പുള്ളിക്കാരി ഇരിക്കണം. ഉറക്കം. ഒരു ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം അങ്ങനെ കരുണേട്ടൻ ചെയ്തു കൊടുക്കുകയാണ്. അതായത് സുഹൃത്തായ കരുണേട്ടൻ. സ്നേഹമാണ്, അത്രയ്ക്ക് സ്നേഹമാണ്. അവർ കുട്ടിക്കാലം മുതലേ ഒരുമിച്ചായിരുന്നു. അവർ വേർപിരിയൂല, എപ്പോഴും ഉണ്ട്. രാത്രിയും പകലും ഫുള്ളും ഉണ്ട്. അപ്പം നമുക്ക് കാണാം. അങ്ങനെ മാങ്ങ കഴുകാനായിട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര കരുതലോടെ നോക്കണം ഒരു ഭർത്താവിനെ. എവിടെ കിട്ടും? സുഹൃത്തിനെ എവിടെ കിട്ടും? പഴംപൊരിയും കൂടെ വാങ്ങിക്കൂടായിരുന്നു? അതിലല്ലേ ഞാൻ തിരിച്ചു കണ്ട കൊണ്ടു കൊടുത്തതും പോരാ, അതിനെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് കൊട്ടി. ഞാൻ ചിന്നെന്നും പറഞ്ഞു. കണ്ട കണ്ട കൊഞ്ചണുണ്ടോ? ഭർത്താവിനെ പോലെ തന്നെ ഭർത്താവിൻ്റെ അടുത്ത് കാണിക്കും കണക്ക്. ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും കാണിക്കൂല കേട്ടാ. ഭർത്താക്കന്മാർക്ക് അതിനെവിടെ സമയം കിടക്കണം ഇങ്ങനെ കൊഞ്ചന കാണിക്കാം. കണ്ട അവരൊക്കെ അത്ര സ്നേഹമാണ്. അതാണ് താണ്ട ആ ഊതിയില്ലേ, തീ ഊതിയില്ലേ, അപ്പോഴത്തേക്ക് കാണിച്ചാണ്ട മൊത്തവും തടവിയിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ തടവി കൊടുത്ത്. അയ്യോ എന്തൊരു സ്നേഹം. ഇന്ന് ജൂൺ 15 എന്റെ ജന്മദിനം. ജൂൺ 15 ജന്മദിനം. നമ്മൾ കണ്ണൻ്റെ നടയിൽ വെച്ച് ഊതിയതല്ലേ, ഷൂന്നും പറഞ്ഞ് ഊതി തീയും പുകയൊക്കെ വന്നതല്ലേ. കണാരേട്ടൻ തടവി അതൊക്കെ കണ്ട്. പറ. ജന്മദിനം ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ലായിരുന്നു. ജന്മദിനം ഞാൻ അങ്ങനെ കഴിക്കാറില്ല. എന്തോന്ന് ബിരിയാണിയാ വെട്ടി വിരിഞ്ഞ് കഴിക്കണ കാര്യം പറയണത്? അതെ, അടുത്ത കല്യാണം കഴിക്കണ കാര്യമോ? എന്തോന്ന് കഴിക്കാനില്ലെന്ന് പറയണ? നമുക്ക് കേക്കാം. ഇപ്പൊ ഒരു 2-3 വർഷങ്ങളായിട്ടേ ഉള്ളൂ ജന്മദിനം ഞാൻ കഴിക്കല് തുടങ്ങിയിട്ട്. 2-3 വർഷങ്ങളെ ആയിട്ടുള്ളൂ ഞാൻ കഴിക്കല് തുടങ്ങിയിട്ട്. എത്ര പേരെ കഴിച്ച കാര്യം? ആഹാരം കഴിക്കണ കാര്യമാണോ ഈ പറയണത്? ബിരിയാണി കഴിക്കണ കാര്യമാണോ?
അതേ ബെറോട്ട കഴിക്കണ കാര്യമാണോ അതേ കല്യാണം കഴിക്കണ കാര്യമാണോ? എന്തോന്ന് കഴിപ്പ്? അത് എങ്ങനെയാ കഴിക്കൽ തുടങ്ങിയെന്ന് വെച്ചാല് ദേ ഈ ഗുരുവായൂരപ്പൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ബിരിയാണി കഴിക്കലായിരിക്കും. കഴിക്കൽ തുടങ്ങിയതിനെ പറ്റിയാണ് പറയണത്. എൻ്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാക്കി തന്നു എന്ന് എനിക്ക് ഉറപ്പ് വന്ന സമയത്താണ് നിങ്ങളൊക്കെ എന്നെ അറിയപ്പെട്ടതും ഈ ഗുരുവായൂരപ്പൻ കാരനാണ്. അപ്പൊ ആ ഒരു നിമിഷം തൊട്ടിട്ടാണ് ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിച്ചു തുടങ്ങിയത്. ഇതാണാ ഇത്രയും വലിച്ചഴച്ചത്? ആദ്യം പറഞ്ഞ് കഴിക്കൽ തുടങ്ങി, ഗുരുവായൂരപ്പനെ കാരണമാണ് ഞാൻ കഴിക്കൽ തുടങ്ങിയത്. ഇപ്പം പറയണ് ഗുരുവായൂരപ്പൻ കാരണമാണ് ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ചു തുടങ്ങിയത്. എന്തിനാ ഉള്ള തുടക്കമാണ് ഈ പറയണത്? വലിച്ചു നീട്ടാതെ പെട്ടെന്ന് പറയും. ഇന്ന് തന്നെ എൻ്റെ ജന്മദിനാണ്. ഞാൻ എൻ്റെ ഉമ്മാനെയോ വാപ്പാനെയോ കാണാൻ പോയിട്ടില്ല. തിരിച്ച് ഉമ്മാനെയും മാപ്പാനെയും കാണാൻ പോണെന്ന് നമ്മളെ കണാരേട്ട അവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാണ് ഇനി ഉമ്മാനെയും മാപ്പാനെയും കാണാൻ പോണത്? ഞാനിതേ എൻ്റെ കണ്ണനെ ഒന്ന് കാണാൻ പോയി. ഉമ്മാന്റെ അടുത്തും ബാപ്പാന്റെ അടുത്തും പോലും ഇത്രയും സ്നേഹമില്ല. കണാരേട്ടന്റെ അടുത്തും ശ്രീ ഗുരുവായൂരപ്പന്റെ അടുത്തും സ്നേഹം എന്നാണ് ജസ്നെ പറയണത്. ബാക്കി പറയാം. കണ്ണനില്ലാത്ത ലോകത്ത് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അശ്ശോ, ഇങ്ങനെ വലിച്ചഴക്കണോ? എൻ്റെ പടം, എൻ്റെ കണ്ണൻ്റെ പടം വിൽക്കണ കാര്യം അങ്ങ് പറഞ്ഞാൽ പോരെ? സെയിൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ പറഞ്ഞ് വലിച്ചഴച്ച് കൊണ്ടുപോകണം. ഇപ്പം നോക്കിക്കോളണേ. കാരണം അത്രമേൽ ഞാൻ ഇഷ്ടപ്പെടുന്നു കണ്ണനെ. കണ്ണന് വേണ്ടിയിട്ട് അത്രമേൽ ഡെഡിക്കേറ്റഡ് ആവുന്നുണ്ട് ഞാൻ. അപ്പം ഈ സലീമാക്കാരെ കാര്യമൊക്കെ പറയണത് അപ്പം കള്ളോണല്ലേ? അങ്ങനെ ഒരാളുണ്ടാ ജസ്ന യഥാർത്ഥത്തിൽ? സലീമാക്കാരെ ജീവനും കൊണ്ട് പാഞ്ഞ്. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, ഒരിക്കലും ഞാൻ വരയ്ക്കുന്ന കണ്ണന്റെ ചിത്രം നിന്നു പോവരുതേ എന്നുള്ളത്. കാരണം എന്താ വെച്ചാല് എനിക്ക് എൻ്റെ വീട്ടിൽ വരച്ചു വെക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. നിങ്ങൾ നോക്കുക, വേറൊരു മോഡൽ കണ്ണൻ ഇവിടെ വീട്ടില് ഫുള്ള് വരച്ച് വെക്കാണ്. ഇപ്പൊ സെയില് നടക്കണില്ല, അതാണ് കാര്യം. മൊത്തത്തിൽ വരച്ചൊട്ടിച്ച് വെച്ചേക്കണം, ആരും വാങ്ങിക്കണില്ലെന്ന്. അതുകൊണ്ട് വാങ്ങിക്കാൻ വേണ്ടി പ്രമോഷൻ ചെയ്യണേണ്. വേറൊരു മോഡൽ കണ്ണൻ ഇവിടെ ഉണ്ട്, അതേപോലെ വേറൊരു മോഡൽ കണ്ണൻ ഇവിടെയുണ്ട്. അപ്പൊ എനിക്ക് വീട്ടിൽ ഇങ്ങനെ വരച്ച് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എൻ്റെ പൊന്നു കുട്ടി, ആളുകളിൽ പണം വേണ്ടേ? നീ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് നീ 5000 മുതൽ 50,000 വരെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നീ വരച്ച് വെക്കണ്. അത് വാങ്ങിക്കാനും ആളുകളെ കയ്യിൽ പണം വേണ്ടേ? 50,000 ഒക്കെ തന്ന് വാങ്ങിക്കണ്ടേ? അതിനെന്തോന്ന് ചെയ്യും? എൻ്റെ മരണം വരെ, എൻ്റെ റൂഹ് എന്നിൽ നിന്നും പിരിഞ്ഞത് വരെ. അതെന്തൊരു വാക്ക്, റൂഹൊക്കെ പറയണിപ്പം. ഇത്രയും നേരം പറയുന്ന കണ്ണനാണ് എനിക്ക് വലുത്, ഗുരുവായൂരപ്പനാണ് വലുത്, മുത്തപ്പനാണ് വലുത്, എൻ്റെ കണാരേട്ടനാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് ഉമ്മ വേണ്ട വാപ്പ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പറയണ എൻ്റെ റൂഹിനും വിലയുണ്ടെന്ന്. എൻ്റെ കണ്ണനെയും വരച്ചുകൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് കണ്ണൻ തന്നെ സാധിപ്പിച്ചു തരുമെന്ന് വിചാരിക്കുന്നു. വരച്ചതെല്ലാം ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ സെയില് നടക്കണില്ലാന്ന്. നിങ്ങളോടും ഞാൻ പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ണന്റെ ഫോട്ടോ ആവശ്യമുണ്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഇത്രേ ഉള്ളു. ഇതിനാണ് ഇത്രയും വലിച്ചഴച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കണം, കോണ്ടാക്ട് ചെയ്യണം. പൈസ ഒന്നും കൊടുക്കണ്ട, ചുമ്മാ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി, നിങ്ങളെ വീട്ടിലങ്ങ് എത്തിച്ചോളും. ബിസിനസ്സായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഈ കണ്ണനെ എന്നെന്നും എനിക്ക് വരച്ച് എൻ്റെ ജീവിതം മുഴുവനും മരണം വരെ ഈ കണ്ണന്റെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ചെയ്, കണ്ണനെ വരച്ച് ഭിത്തിയിൽ മൊത്തത്തിൽ അങ്ങ് ഒട്ടിച്ച് വെയ്. എൻ്റെ ജീവിതകാലം മുഴുവനും എനിക്കിങ്ങനെ കണ്ണനെ വരച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടമെന്നല്ലേ അറിഞ്ഞു. ആ ഇഷ്ടം അങ്ങ് സഫലമാക്കണം. മൊത്തത്തിൽ അങ്ങ് വരച്ച് ഒട്ടിച്ച് വെയ്. ദിവസം അങ്ങ് ഇരുന്ന് വരച്ചോ. കണ്ണനെ ഇഷ്ടമല്ലേ, വരച്ച് ഒട്ടിച്ച് വെയ്. അല്ലാതെ വിൽക്കണ കാര്യം പറയില്ല. നിങ്ങൾ വന്ന് മേടിക്കണം, വാട്സപ്പ് വഴി ഞാൻ കോണ്ടാക്ട് നമ്പർ ഇട്ട് തരാം എന്നൊന്നും പറയണ്ട കേട്ടാ. അല്ലാതെ അങ്ങ് വരച്ചങ്ങ് ഒട്ടിച്ച് വെച്ചോ. പിന്നെ നിനക്ക് സെയില് നടക്കാനാണ്, അതിന് വേണ്ടിയിട്ടല്ലേ ഈ പരിപാടി കാണിച്ചത്. അതിനാണ് ഇത്രയും നേരം കുട്ടി വലിച്ചഴച്ചത്.
എല്ലാവരും മേടിക്കാൻ വേണ്ടിയിട്ട്. ഉമ്മായ ഹജ്ജിന് വിടണം എന്ന് പറഞ്ഞിട്ട് കുറേ നാളായി. ഇപ്പം ഉമ്മായ ഹജ്ജിന് പറഞ്ഞു വിടുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പം പറയണ ഉമ്മായും വേണ്ട, വാപ്പായും വേണ്ട, കണ്ണൻ മതി, ഗുരുവായൂരപ്പൻ മതി, മുത്തപ്പൻ മതി, കണാരേട്ടൻ മതി എന്ന്. നമസ്കാരം, ഞാൻ ജസ്യ സലീം. എത്ര പേർക്ക് എന്നെ അറിയാമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനൊന്ന് സ്വയം പരിചയപ്പെടുത്താം. ഞാനൊരു ചിത്രകാരിയാണ്, വെറുമൊരു അത് മനസ്സിലായി, ചിത്രകാരിയാണെന്ന്. വെറുമൊരു ചിത്രകാരിയല്ല, ഞാൻ ലോകത്തുള്ള ജനങ്ങളെ, സെലിബ്രിറ്റികളെ എല്ലാവരെയും ഞാൻ വരുതിക്ക് കൊണ്ടുവരുന്ന ഒരു സ്ത്രീയാണ്. ചിത്രകാരിയല്ല, ഗുരുവായൂരപ്പന എന്ന് വെച്ചാൽ സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഇടം നേടിയ ഒരു കൊച്ചു കലാകാരി. ചുമ്മാ അല്ലല്ല ഇടം നേടിയത്, ഓരോരുത്തരെ വിളിച്ച് ഇൻ്റർവ്യൂ. ഞാനിങ്ങനെ ചിത്രം വരയ്ക്കുന്ന ഒരാളാണ്, ഞാൻ വന്ന് ഇൻ്റർവ്യൂ തരട്ടെ, എൻ്റെ നാളുകൾ കണ്ണൻ്റെ പടം മേടിക്കണം, എനിക്ക് സെയിൽ നടക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വന്ന് ഇൻ്റർവ്യൂ തരട്ടെ, എങ്കിലല്ലേ ജനങ്ങൾ അറിയുള്ളൂ. അതുമാത്രമല്ല, എനിക്ക് കുറച്ച് ഫേമസ് ആവണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രി തൊട്ടിട്ട് സുരേഷ് ഗോപി, മോഹൻലാൽ, ദിലീപ്, ജയറാം, മനോജ് കെ ജയൻ, അമൃതാനന്ദ വൈ, ഗോകുലം ഗോപാലേട്ടൻ, ഉണ്ണി മുകുന്ദൻ, അനുശ്രീ എന്നുള്ള ഒരു ശ്വാസം വിട്ട് പറയേ. ഇവരൊക്കെ എവിടെ പോയി ഒരു ഉദ്ഘാടന വേദിയിൽ പോവുകയാണെങ്കിലും ഈ പറഞ്ഞ ആളുകൾ, പ്രധാനമന്ത്രിയുടെ പേരൊക്കെ പറയുന്നുണ്ട്, സുരേഷ് ഗോപിയുടെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ അനുശ്രീ ആരൊക്കെ പേരുകൾ പറയുന്നുണ്ട്. ഇവരൊക്കെ എവിടെ വരണം എന്നറിഞ്ഞാലും ജസ്റ്റിനെ ഓരോ കണ്ണൻ്റെ ഫോട്ടോയും പൊക്കി പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അവർക്ക് വേണ്ടാന്ന് പറഞ്ഞാലും ജസ്റ്റിനെ അടിച്ചേൽപ്പിക്കണം അവിടെ. അത് എവിടെ ആയിരുന്നാലും പോവും. എന്നിട്ട് പറയും നിങ്ങൾ വീഡിയോ എടുക്കണം കേട്ടോ. ഒരുപാട് കലാകാരന്മാർക്കും ഒരുപാട് പ്രശസ്തിയുള്ള ആൾക്കാർക്കും ഫോട്ടോ സമ്മാനിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു എന്താ പറയുക സ്ഥാനം നേടിയ ഒരാൾ തന്നെയാണ് ഞാൻ. ആ സ്ഥാനം നേടാൻ വേണ്ടിയിട്ടാണല്ലോ നീ തപ്പിപ്പിടിച്ച് പോയത്. ഇപ്പം എന്തോ ഇതിലൊക്കെ കണ്ടിട്ട് മേക്കപ്പ് ഒന്നുമില്ല. പക്ഷെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൊക്കെ നീയാണ് പോണത്. ജസ്റ്റിനെ പോയി നിന്ന് അവരെടുത്ത് ഇങ്ങനെയാണെന്ന് പറയാൻ ഇൻ്റർവ്യൂ കൊടുക്കാൻ പോണതാണ് ജസ്ന. ഏതൊരു മാധ്യമത്തിൻ്റെ അടുത്തും പോകും. എന്തിനാണ്? ജസ്നയുടെ കണ്ണനെ വിൽക്കാൻ വേണ്ടിയിട്ടും ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും അത് മേടിക്കാൻ വേണ്ടിയിട്ടും വൈറലാവാൻ വേണ്ടിയിട്ടും ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടാണ്. സലീം എന്നടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും കാണാം. സലീമാക്കായ വെറുതെ വിട്, കണാരേട്ടൻ അങ്ങനെ അതിലോട്ട് ചേർത്ത് വെയ്. തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്ത്. കഴുത്തിൽ കിടക്കണം എന്തേലും മഞ്ഞച്ചരടാ, സ്വർണ്ണമൊന്നുമില്ല. ഇത് പോയിട്ട് കുറേ മഞ്ഞച്ചരടൊക്കെ വാങ്ങിച്ചിട്ട് ഞാനത് മേടിച്ചു, 5 പവൻ്റെ വള വാങ്ങിച്ചു, 10 പവൻ്റെ മാല വാങ്ങിച്ചു, നെക്ലസ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞും കൊണ്ട് പോയൊക്കെ വീഡിയോ എടുക്കണതാണ്. അയ്യോ സലീമാക്കല്ല. പിന്നെ കുറച്ച് മേക്കപ്പും മോഡലൊക്കെ വരുത്തി വെക്കണം ജസ്നയുടെ ശരീരത്തിൽ. പല്ലൊക്കെ മൊത്തം വെയ്പ്പ് പല്ലാണ് എന്ന് പറഞ്ഞാൽ ഹാഫ് സെഞ്ചുറി അടിച്ചില്ലേ, അപ്പം പിന്നെ ഇനിയിപ്പോൾ പല്ലൊക്കെ പൊഴിഞ്ഞു പോവും. ഫുള്ള് പല്ല് വെയ്പ്പ് പല്ലും. അതുപോലെ ശരീരത്തിൽ 5 ലക്ഷം 6 ലക്ഷം 10 ലക്ഷമൊക്കെ മുടക്കാനായിട്ടാണ് ഓരോന്ന് ഇത് പല്ലൊക്കെ തന്നെ 5 ലക്ഷം രൂപയുടെ പല്ലൊക്കെയാണ് വെച്ച് പിടിപ്പിക്കണത്. അപ്പോൾ പിന്നെ അതിൻ്റേതായ രീതിക്ക് നല്ല പണം വേണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും കണ്ണൻ്റെ ഫോട്ടോ വാങ്ങിക്കണം, സഹായിക്കണം എന്നാണ് അഭ്യർത്ഥിക്കണത്. പിന്നെ അതുപോലെ ഉമ്മായ ഹജ്ജിനൊക്കെ പറഞ്ഞു വിടണം.